ബാലരാമപുരത്തെ വഴിമുക്കിലുള്ള ജനവാസ കേന്ദ്രത്തിൽ ദേശീയപാതയോരത്ത് സ്വകാര്യ വ്യക്തി ആരംഭിച്ച ബാറിനെതിരെ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 114-ാം ദിവസത്തിൽ ബഹുജന പ്രതിഷേധ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വഴിമുക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ നടന്ന സമരത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. വഴിമുക്ക് ബാറിന് സമീപം സജ്ജീകരിച്ച സമരപന്തലിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ബാറിനെതിരെയും ലഹരിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് സംഘടിപ്പിച്ചത്. കേരള ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ KN രാധാകൃഷ്ണൻ പ്രതിഷേധ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റ് 17-ാം തീയതി ആരംഭിച്ച ഈ ബാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്ത് 17-ാം തീയതി രാവിലെ അവർ ബാറ് ബോർഡ് വെച്ച് 11 മണിക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇവിടെ മൊത്തം ജനവാസ മേഖലയാണ്. മദ്രസയും സ്കൂൾ കുട്ടികളുടെയും ഗതാഗത തടസ്സങ്ങളും സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് സമാധാനപരമായി ജീവിച്ചിരുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഒരു മദ്യശാല ഇവിടെ ആരംഭിച്ചു. ഈ മദ്യശാലയ്ക്കെതിരെ ഇവിടുത്തെ ജനകീയ സമരസമിതിയും ഇവിടുത്തെ ജമാഅത്തും മറ്റു പൊതു പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു സമരസമിതി രൂപീകരിച്ച് അതിൻ്റെ റിലേ സമരം 114 ദിവസം ഇന്ന് കടന്നിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും ഇവിടുത്തെ വയസ്സായ ആൾക്കാരും യുവാക്കളും എല്ലാം ഇതിൽ പങ്കെടുത്ത് രാവിലെ 11 മണിയോട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം ഇന്ന് രാത്രി 11 മണി വരെ ഉണ്ട്. ഇതുകൊണ്ടും ബാറുടമ ഇതിൽ നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം വീണ്ടും മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ മദ്യശാല ഇവിടെ നിന്ന് മാറ്റുന്നത് വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. 23 സെൻറ്റിലാണ് ഒരു 4 സ്റ്റാർ ഹോട്ടൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ NH ഏറ്റെടുത്ത റോഡിൻ്റെ ഭാഗത്താണ് അവരുടെ ക്യാബിനും അവരുടെ പാർക്കിങ്ങും അവരുടെ മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ പോയാൽ 20 സെൻറ്റ് സ്ഥലത്താണ് ഈ 4 സ്റ്റാർ. അതിനെന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെയാണ് അവർ ലൈസൻസ് നേടിയെന്നും അറിയാൻ പാടില്ല. അത് നിയമവശങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ കൗൺസിലറും ജനറൽ കൺവീനറും അവർ പറയും. ഈ ബാറ് ഈ നാടിൻ്റെ ഒരു സാമൂഹ്യ വിപത്താണ്. ഇത് ലൈസൻസ് ഏത് പഴുതിലൂടെ നേടിയതാണെങ്കിലും അത് ക്യാൻസലായി ബാർ എന്ന സംവിധാനം അവസാനിക്കുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. അതിനുള്ള പിന്തുണയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒഴുകിയെത്തുന്ന ജനങ്ങൾ സാക്ഷിയാകുന്നത്. എല്ലാ തലത്തിലുള്ള നാനാതുറയിൽപ്പെട്ട മനുഷ്യർ ഇതിന് ഐക്യദാർഢ്യവുമായി ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്.
114 ദിവസമായി നിങ്ങളുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ കാലാകാലങ്ങളിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ അനുസരിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു സംവിധാനത്തിൽ ഇത്തരം കൊടും ക്രൂരത നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഏത് തരത്തിൽ പോകുന്നു അല്ലെങ്കിൽ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്.